ഓം ശാന്തി. ജീവിതത്തിൽ മനുഷ്യന്മാർ എൻ്റെ എന്ന സാമ്രാജ്യത്തിൽ വസ്തുവകകളുടെയും വ്യക്തികളുടെയും എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള പരാക്രമത്തിൽ എന്തുമാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും മഹാഭാരതത്തിലെ ഭീഷ്മപിതാമഹന് അമ്പ കൊടുത്ത ശാപത്തെ ഓർത്തു പോവാറുണ്ട്. നിൻ്റെ ഈ സാമ്രാജ്യത്തോടുള്ളതായിരിക്കുന്ന സ്നേഹം, ഈ സാമ്രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നിമിഷം പോലും നിർത്താതെ നീ ഓടിക്കൊണ്ടേയിരിക്കും. അവസാനം തളരുന്ന സമയത്ത് ഞാൻ നിൻ്റെ മുന്നിൽ നിന്നെ സത്യമറിയിക്കാൻ വരും എന്ന് പറഞ്ഞതായിട്ടുള്ള അമ്പയുടെ വാക്ക് പലപ്പോഴും ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് അത് സാർത്ഥകമാവാറുണ്ടോ എന്ന് തോന്നിപ്പോവാറുണ്ട്. എൻ്റെ എന്നും എൻ്റെ സാമ്രാജ്യമെന്നും എൻ്റെതെന്നും കെട്ടിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യനോടുമ്പോൾ യഥാർത്ഥമായ മൂല്യങ്ങളിൽ നിന്ന് മറന്ന് എവിടേക്കൊക്കെയോ മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ഒരു തരിമ്പെങ്കിലും, ഒരു സൂചിയെങ്കിലും അടുത്തൊരു ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വസ്തുവകകളോ വ്യക്തികളോ നമ്മുടെ കൂടെ കിട്ടില്ല എന്നുള്ളത് സത്യം. അതേസമയം ഇതെല്ലാം ആർജിക്കാൻ വേണ്ടതായിട്ടുള്ള ഓട്ടത്തിൽ പോകുന്ന സമയത്ത് മൂല്യാധിഷ്ഠിതമായിക്കൊണ്ട് സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ പാതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നതും സത്യമാണ്. കാരണം എന്ത് ധാർമ്മികമായി നേടിയോ ആ ധാർമ്മികമായി ഞാൻ അനുഭവിക്കേണ്ട സുഖത്തിൻ്റെ അക്കൗണ്ട് അതെൻ്റെ കൂടെ വരും അടുത്ത ജന്മത്തിൽ എനിക്ക് സുഖം തരാൻ വേണ്ടി. അതേസമയം എൻ്റെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ വസ്തുവൈഭവങ്ങൾ ഇതൊന്നും ഒരിക്കലും സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നതേയല്ല. ഒരു കൊച്ചു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. ഒരിക്കൽ ഒരു ഫക്കീർ, അദ്ദേഹം തീർത്ഥാടനത്തിനായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്രാമത്തിൽ വന്നു. അന്ന് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു. അവിടുത്തെ ഒരു കൊച്ചു വ്യാപാരിയുടെ വീട്ടിൽ അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടതായിട്ടുള്ള സൗകര്യം ചോദിക്കുകയാണ്. ആ കൊച്ചു വ്യാപാരി അയാളെ വേണ്ട വിധം സൽക്കരിച്ചു, നല്ല വസ്തുവകകൾ കൊടുത്തു. പ്രഭാതത്തിൽ അയാൾ ഉണർന്ന് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ യാത്രയ്ക്ക് ഉപകരിക്കത്തക്ക രീതിയിലുള്ള പല സാധനങ്ങളും കൊടുത്തുകൊണ്ട് ഈ ഫക്കീറിൻ്റെ മനസ്സിനെ നിറയ്ക്കുകയാണ് ഈ വ്യാപാരി. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫക്കീർ മനസ്സ് നിറഞ്ഞ് പറഞ്ഞു പോവുകയാണ്, എന്നെ നീ ഇത്രയും അധികം സൽക്കരിച്ച്, സേവിച്ച്, സ്നേഹിച്ച് സന്തോഷിപ്പിച്ചല്ലോ. നിൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഹൈറ്റ്സ് നീ എത്തട്ടെ, ഉയർച്ചകളിൽ നീ എത്തട്ടെ എന്നൊക്കെ പറയുകയാണ്. അത് പറയുമ്പോൾ ഷക്കീർ എന്നായിരുന്നു ആ വ്യാപാരിയുടെ പേര്. അപ്പോൾ ആ വ്യാപാരി പറയുകയാണ് ചിരിച്ചുകൊണ്ട്, ഇതെല്ലാം മനുഷ്യൻ്റെ കൂടെ ഇന്നുണ്ട്, നാളെ ഉണ്ടാവും ഇല്ല എന്ന് ആർക്കറിയാനാണ്. അത് വളരുകയാണോ അതോ തളരുകയാണോ, ഇതെല്ലാം നമ്മുടെ കർമ്മത്തിൻ്റെ കണക്കിൽ ലിഖിതമായതല്ലേ, അതങ്ങ് നടന്നോളുമല്ലോ എന്ന് പറയുകയാണ്. അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നാലും നിനക്കെന്നും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി. തീർത്ഥാടനം കഴിഞ്ഞ് അയാൾ വരികയാണ്. ആ വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 5-6 മാസം കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചൊരിക്കൽ കൂടി ഷക്കീറിനെ കണ്ട് തനിക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ തന്ന എല്ലാത്തിനും നന്ദി പറയണം എന്ന് കരുതി ഷക്കീറിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് വരികയാണ്. പൂട്ടിക്കിടക്കുന്ന ഷോപ്പാണ് കാണുന്നത്. അയാൾക്കാകെ സ്റ്റണ്ടായി പോവും. അവിടെയുള്ള ആളോട് അന്വേഷിക്കൂ, ഇവിടെ ഉണ്ടായിരുന്ന ഷക്കീർ എവിടേക്ക് പോയി? പറഞ്ഞ അയാളുടെ വ്യാപാരം ആകെ മോശമായി പോയി. അയാൾ കട പൂട്ടി ഇപ്പോൾ ജമീന്ദാരുടെ അടുത്തൊരു മാനേജറെ പണിക്ക് അയാൾ പോവുകയാണെന്ന് പറയും. അങ്ങനെ എന്തായാലും എനിക്ക് ഷക്കീറിനെ കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ സന്യാസി, ഈ ഫക്കീർ ഷക്കീറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടു, വളരെയധികം സന്തോഷമായി. ഷക്കീറിനും അതെ ഈ ഫക്കീറിനെ കണ്ട സമയത്ത് വളരെയധികം സന്തോഷമായി. അവിടെയും അദ്ദേഹത്തിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശുശ്രൂഷ സൗകര്യങ്ങളെല്ലാം കൊടുത്തു. ഷക്കീർ സ്വയം ആഹാരം കഴിക്കാതെ തന്നെ ഫക്കീറിനെ ആഹാരം കഴിപ്പിച്ചു. സ്വയം നിലത്ത് വിരിപ്പ് വിരിച്ച് കിടന്നുകൊണ്ട് തൻ്റെ കട്ടിൽ അദ്ദേഹത്തെ ഉറക്കി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം സങ്കടത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു പോലും, അല്ലാവേ ഇതെന്താണിത്, ഇത്രയും നല്ല മനുഷ്യനായിരിക്കുന്നവനെല്ലാം കൊടുക്കണമായിരുന്നല്ലോ, എന്തിനാണ് ഇവൻ ഇങ്ങനൊരു കഷ്ടപ്പാട് കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ഷക്കീർ ചിരിച്ചുകൊണ്ട് പറയും, ഇതൊന്നും എൻ്റെ ആയിരുന്നില്ല, ഇനിയും ഒന്നും എൻ്റെ ആവുന്നും പറയാനില്ല, എൻ്റെ അല്ലാത്തതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലതാനും, എൻ്റെ ഉള്ളതെന്തോ അതും എൻ്റെ അല്ലതാനും, അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഒരു ഫക്കീറായ അങ്ങ് എന്തിനു വിഷമിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ ഫക്കീർ പറയുകയാണ്, ഞാൻ വേഷമിട്ടൊരു ഫക്കീറാണ്, നീയാണ് ശരിക്കും ഫക്കീർ എന്ന് എനിക്ക് തോന്നിപ്പോന്നു ഷക്കീറെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്നേഹത്തോടെ യാത്ര പറഞ്ഞു പോയി. 4-5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം അതേ വഴിയിലൂടെ കടന്നു പോകാനിടയായി. അപ്പോൾ വീണ്ടും ഓർമ്മിക്കുകയാണ്, എനിക്ക് എന്തായാലും എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഷക്കീറിനെ കണ്ട് എനിക്ക് പോകണം. അവിടെ വന്നപ്പോൾ അറിയുന്നു ഷക്കീർ ഇപ്പോൾ ആ ജമീന്ദാറിൻ്റെ മുഴുവൻ ഓണറായി കഴിഞ്ഞിരിക്കുന്നു, വലിയ ജമീന്ദാരായിരിക്കുന്നു. സന്തോഷം കൊണ്ട് ഫക്കീറിൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. അപ്പോൾ വന്നു കണ്ടു ചോദിക്കുകയാണ്, എത്രയും അധികം സൗഭാഗ്യം നിനക്കല്ല തന്നല്ലോ, എങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ആ ജമീന്ദാർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇവൻ്റെ ഈ ഒരു നല്ല സംസ്കാരം കണ്ടിട്ട് തൻ്റെ സ്വത്തിന് മുഴുവൻ അവകാശിയായി അവനെ പ്രഖ്യാപിച്ചു, അയാൾ മരിച്ചു പോവുകയും ചെയ്തു.
അങ്ങനെ അവൻ ജമീന്ദാരായി. അത് പറഞ്ഞപ്പോഴും ഷക്കീർ ചിരിച്ചു. ഈ സ്വത്തൊക്കെ ഇന്ന് സ്വന്തമായി, നാളെ ഈ സ്വത്തൻ്റെ കൂടെ ഉണ്ടാവും, അതോ ഈ സ്വത്ത് സ്വന്തമാക്കിയ ഞാനുണ്ടാവോ? ഇതൊക്കെ ആർക്കറിയാനാണ്? അതെല്ലാം ആ മോളിലിരിക്കുന്നവൻ്റെ ലിഖിതമല്ലേ. വിഷമിക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട, ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. എല്ലാത്തിലും നമുക്ക് ഒരുപോലെ സന്തോഷിക്കാം. ഇന്നും അങ്ങയെ സേവിക്കാൻ സേവകനായിക്കൊണ്ട് ഞാൻ തയ്യാറാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഒത്ത് സന്തോഷിച്ചൊരു ദിവസം കൂടി കടന്നു. പോകുന്ന സമയത്ത് ഫക്കീറിൻ്റെ മനസ്സ് നിറഞ്ഞ് ഈശ്വരനോട് നന്ദി പറഞ്ഞു. എൻ്റെ ഭഗവാനെ, എന്തായാലും ഇവന് വേണ്ടതെല്ലാം കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. തിരിച്ച് 2 വർഷം കഴിഞ്ഞ ശേഷമായിരുന്നു ആ ഫക്കീർ ആ വഴിക്ക് വന്നത്. വരുന്ന സമയത്ത് ആ ജമീന്ദാര കൊട്ടാരത്തിലാരും താമസമില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ അടുത്തുള്ള ആളെടുത്ത് അന്വേഷിച്ചു. പ്രാവുകളിങ്ങനെ കൂടുകൂട്ടി വീടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഷക്കീർ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഷക്കീറിന് 2 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. അവരവനവൻ്റെ ഭർത്താക്കന്മാരെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. ഭാര്യ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്കോ? അപ്പോൾ ഷക്കീർ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഷക്കീർ 1 വർഷം മുന്നേ അല്ലാഹുവിന് പ്രിയപ്പെട്ടവനായി പോയി കഴിഞ്ഞു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ 2 തുള്ളി കണ്ണുനീര് വന്നു പോകും. എനിക്ക് അവനെ ഒന്നും കൂടെ കാണണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. അവനാണ് ശരിക്കുള്ള ഒരു ഫക്കീർ, എനിക്ക് അവനെ കാണണം തോന്നും. അപ്പോൾ വിചാരിക്കുകയാണ്, അവൻ്റെ കബറിടത്തിൽ പോയിട്ട് ഒന്ന് ഞാൻ കണ്ടിട്ട് അവനെ വന്നിച്ചു പോട്ടെ. കുറച്ച് പുഷ്പങ്ങൾ, അവനാണ് യഥാർത്ഥ മഹാത്മ, അവൻ്റെ ആ ഒരു കബറിടത്തിൽ കുറച്ച് പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് ഞാൻ കടന്നു പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കുറച്ച് പുഷ്പങ്ങളുമായി ആ കബറിടത്തിൽ എത്തുകയാണ്. അപ്പോൾ അവിടെയും എഴുതി വച്ചിരിക്കുന്നു, ഇതൊന്നും നമുക്ക് സ്വന്തമല്ല, ഇതും നമ്മളെ വിട്ടുപോകും എന്ന് അദ്ദേഹം ലിഖിതമാക്കി വച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇതും ഞാൻ അർപ്പിക്കുന്ന പുഷ്പങ്ങളും ഇതും കാറ്റ് കടത്തി കൊണ്ടുപോകും. എന്നാലും നിന്നോടുള്ള എൻ്റെ സ്നേഹം, നീ തന്നതായിരിക്കുന്ന സുഖത്തിൻ്റെ നന്ദി, അതെന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന് നന്ദി പറഞ്ഞ് അയാൾ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. വാസ്തവത്തിൽ സത്യമല്ലേ, ഒന്നും നമ്മുടെ കൂടെ ഉള്ളതല്ല, ഒന്നും നമ്മൾ കൊണ്ടുവന്നതുമല്ല, ഒന്നും നമ്മൾ കൊണ്ടുപോകാനും പോകുന്നില്ല. ഈ സ്ഥൂലമായതൊന്നും കൊണ്ടുവന്നിട്ടില്ല, സ്ഥൂലമായതൊന്നും കൊണ്ടുപോകാനുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള പോസിറ്റീവ് എനർജി, നല്ല സംസ്കാരം, നല്ല സുഖം മറ്റുള്ളവർക്ക് എത്ര കൊടുത്തിട്ടുണ്ടോ അത്രയും നമ്മുടെ കൂടെ സുഖമായി, സ്നേഹമായി, സമ്പത്തായി, സത്കർമ്മങ്ങളായി, സദ്മനുഷ്യന്മാരായി നമ്മുടെ കൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ എൻ്റെ എന്ന ചക്രത്തിനുള്ളിൽ കുരുങ്ങിയിട്ട് എൻ്റെതിൻ്റെ ലിസ്റ്റ് വലുതാക്കാൻ, സാധനങ്ങൾ സ്വന്തമാക്കാൻ, വസ്തുക്കൾ സ്വന്തമാക്കാൻ, വ്യക്തികളെ നമ്മുടെ അധീനതയിലാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ മൂല്യങ്ങളിൽ നിന്ന് മറക്കാതിരിക്കുക, നമ്മുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ധർമ്മത്തിൻ്റെ ശക്തി, ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയാറുണ്ട്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൂല്യങ്ങൾ, ജ്ഞാനം, സ്നേഹം, ആനന്ദം, ശക്തി. നമ്മുടെ ഈ ജീവിതം ഈ മൂല്യങ്ങളെ പങ്കുവെക്കാനുള്ളതാണ്. ഇത് കൊടുത്തുകൊണ്ട് ആവോളം ആസ്വദിച്ച് ആവോളം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. എങ്കിൽ ഈ കർമ്മങ്ങളുടെ സുഖം അത് നമ്മുടെ കൂടെ വരും, അല്ലാത്തതൊന്നും നമ്മുടെ കൂടെ വരില്ല. അതുകൊണ്ട് ആരുടെ കൂടെ പോസിറ്റിവിറ്റി ഉണ്ടോ അവർക്ക് ജീവിതത്തിൽ ആനന്ദം അവരെ തേടി വന്നിരിക്കും. ഇല്ലെങ്കിൽ പോസിറ്റിവിറ്റി നിറയ്ക്കൂ, മറ്റെല്ലാം നമ്മളെ തേടി വന്നിരിക്കും. അതുകൊണ്ട് ശ്രേഷ്ഠകർമ്മം, ശ്രേഷ്ഠഭാഗ്യം, സദാ സന്തോഷം. അവിടെ എപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടി എൻ്റെതൊന്നുമില്ല എന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എത്രമാത്രം ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അതുമായിട്ട് അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമെങ്കിൽ നിഴൽ നമ്മളെ തേടി വരും പോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു നിഴൽ പോലെ നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങൾക്കറിയോ, എന്ന് നിങ്ങൾ നേരെ സൂര്യൻ്റെ താഴെയുണ്ടോ നിഴൽ നിങ്ങളുടെ കാൽക്കീഴിലാണ്. എന്നുവെച്ചാലർത്ഥം എന്ന് നിങ്ങൾ പോസിറ്റിവിറ്റി കൊണ്ട് നിറയുന്നോ, ആ ജ്ഞാനസൂര്യനായ ഭഗവാന്റെ നേരെ താഴെ ജീവിക്കുന്നോ, അന്ന് ഈ ലോകത്തെ സർവസ്വവും നിങ്ങളുടെ കാൽക്കീഴിലാണ്. അതുകൊണ്ട് സാധനങ്ങൾ, ജീവിതത്തിൽ പരിശ്രമം വേണ്ടാന്നോ, കർമ്മം വേണ്ടാന്നോ, ലക്ഷ്യം വേണ്ടാന്നോ, അല്ലെങ്കിൽ ഡ്രീം കാണണ്ടെന്നോ അല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ധർമ്മത്തിൽ നിന്ന് അടിപതറാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എല്ലാം നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കും. അല്ലെങ്കിൽ അതെല്ലാം നമ്മളൊരു ദിവസം വിഴുങ്ങും. ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സദാ ധർമ്മത്തെ കൂട്ടാക്കി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.